ഞാൻ ഇന്ന് നിങ്ങളോട് യഹോവ എന്ന വലുതും ഭയങ്കരവും, അതായത് മിസ്റ്റീരിയസ് ആയ ദൈവത്തിൻ്റെ പേരിനെ കുറിച്ച് എനിക്കറിയാവുന്ന നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് യഹോവ തന്നെ മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത പേരാണ്. അതായത് പുറപ്പാട് 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം പിന്നെയും മോശയോട് അരുളിച്ചതെന്തെന്നാൽ, ഞാൻ യഹോവയാകുന്നു. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി പ്രത്യക്ഷനായി, എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടില്ല. നമ്മൾ ഉൽപ്പത്തി നോക്കുമ്പോൾ അതിനകത്തെല്ലാം ദൈവം 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 എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന പേര് വേറെയാണ്. അതായത് ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അതായത് അന്ന് ദൈവം അബ്രഹാമിന് കൊടുത്ത പേര് സർവശക്തിയുള്ള ദൈവം. അതിൻ്റെ ഹീബ്രു എൽ ഷദ്ദായ്. എൽ ഷദ്ദായ് എന്നുള്ള പേരാണ് അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്തിരിക്കുന്നത്. എന്നാൽ മോശയ്ക്ക് മാത്രം യഹോവ എന്നുള്ള പേര് കൊടുത്തു. ഈ പേരിൻ്റെ അർത്ഥം പുറപ്പാട് 3-ന്റെ-14-ാം വാക്യത്തിൽ അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഇത് ദൈവത്തിൻ്റെ യഹോവ എന്നുള്ള പേരിൻ്റെ മീനിങ് ആണ്. അത് നമുക്ക് പിന്നെ ശ്രദ്ധിക്കാം. അപ്പോഴേ നമ്മുടെ ഈ വേദപുസ്തകത്തിൽ പറയുന്നത് YHWH, അതായത് യഹോവ എന്നുള്ള പേരിന് പകരം നമ്മൾ വേദപുസ്തകം നോക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നത് ഞാൻ YHWH, അതായത് ഹീബ്രുവിൽ യൂഡ് ഹേ വാഹേ. ഈ യൂഡ് ഹേ വാഹേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് സംശയമാണ്. ആർക്കൊക്കെ എബ്രായ ഭാഷ അറിയാം? എബ്രായ ഭാഷയിൽ വൊക്കാബുലറി പോട്ടെ നമ്മുടെ ലെറ്റേഴ്സ് നോക്കുമ്പോൾ 22 ലെറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 22 ലെറ്റേഴ്സും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. 119-ാം സങ്കീർത്തനം നോക്കുക. 119 വേദപുസ്തകം ഉള്ളവരെടുക്കുക. 119-ാം സങ്കീർത്തനത്തിൽ ഈ പാട്ടാണല്ലോ, പാട്ട് 22 സ്റ്റാൻസ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 8 വാക്യങ്ങളുള്ള സ്റ്റാൻസയുടെ ടൈറ്റില് അലിഫ്. അടുത്ത സ്റ്റാൻസ, അടുത്ത 8 വാക്യം, അതായത് 9-ാം വാക്യത്തിന്റെ ടൈറ്റില് ബേത്ത്. ഈ ആലേഫ് എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലെ ആദ്യത്തെ ലെറ്ററാണ്. ബേത്ത് 2ാമത്തെ ലെറ്ററാണ്. 8 വാക്യങ്ങൾ കഴിയുമ്പോൾ ഗീമൽ, അത് 3ാമത്തെ ലെറ്ററാണ്. 24 വാക്യം കഴിയുമ്പോൾ ദാലത്ത്, അത് 4ാമത്തെ ലെറ്ററാണ്. അതായത് ആലേഫ്, ബേത്ത്, ഗീമൽ, ദാലത്ത്, ഹേ, വൗ, സൈൻ, ഹേദ്, അങ്ങനെ 22 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സങ്കീർത്തനത്തിന്റെ ഒരു വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ, ഈ ആദ്യത്തെ സ്റ്റാൻസായില് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റാൻസായില് അലിഫ് 8 വാക്യമില്ലേ, ഓരോ വാക്യത്തിൻ്റെയും തുടക്കം ആലേഫാണ്. 1-ാം വാക്യത്തിൽ ആലേഫ് വെച്ച് തുടങ്ങും, 2-ാം വാക്യത്തിൽ ആലേഫ് വെച്ച് തുടങ്ങും. അങ്ങനെ 8 വാക്യങ്ങളും ആലേഫ് എന്ന ലെറ്ററിലാണ് തുടങ്ങുന്നത്. 2ാമത്തെ സ്റ്റാൻസയിലെ 8 വാക്യങ്ങളും ബേത്ത് എന്ന ലെറ്റർ വെച്ചാണ് തുടങ്ങുന്നത്. 3ാമത്തെ സ്റ്റാൻസയിലെ എല്ലാ വാക്യങ്ങളും ഗീമൽ എന്ന ലെറ്ററിലാണ് തുടങ്ങുന്നത്. അങ്ങനെ 22 ലെറ്റേഴ്സും 8 വാക്യങ്ങളായിട്ട് വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോഴ് നിങ്ങൾക്ക് എബ്രായ ഭാഷ അറിഞ്ഞുകൂടാന്ന് പറയരുത്. ഇനി വീണ്ടും ഇതൊന്ന് എന്ന് വായിക്കുക. ഇങ്ങനെ പ്രാസമനുസരിച്ച് ആദ്യത്തെ 8
വാക്യങ്ങൾ ആദ്യത്തെ സ്റ്റാൻസയിൽ ആലേഫിൽ തന്നെ വരണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിരുന്ന്, അതായത് പരിശുദ്ധാത്മാവിലെ ഇത് എഴുതാനൊക്കത്തുള്ളൂ. അങ്ങനെ ഒരു വലിയ ഭയങ്കരമായ ഒരു സങ്കീർത്തനമാണ് 119 സങ്കീർത്തനം. അപ്പോഴ് ഈ ദൈവത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് YHWH. ഇത് നമുക്ക് ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ 119 സങ്കീർത്തനത്തിൽ 72 വാക്യത്തിന്റെ മുന്നിൽ ഏതാണ് ടൈറ്റിൽ? യോഡ്. 33 ഏതാണ് ടൈറ്റിൽ? ഹേ. 41 ഏതാണ് നമ്പർ ടൈറ്റിൽ? വാ. വീണ്ടും 33 ഹേ. അപ്പൊ യൂഡ് ഹേ വാ ഹേ. യൂഡ് ഹേ ഇതാണ് യഹോവയുടെ പേര്. YHWH പകരം ഒറിജിനൽ ഹീബ്രുവിൽ എഴുതിയത് യൂഡ് ഹേ വാ ഹേ. അപ്പൊ നമ്മളിത് കണ്ടിന്യൂ യൂഡ് ഹേ വാ ഹേ യൂഡ് ഹേ വാ ഹേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നുള്ള പേര് തന്നെത്താനെ അങ്ങ് വരും. ഇതാണ് യഹോവ എന്നുള്ള പേര്. അപ്പോൾ YHWH എന്ന പേര് അവര് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നാൽ ഒറിജിനൽ ഹീബ്രുവില് യൂഡ് ഹേ വാ ഹേ എന്നേ പേരുള്ളൂ. അതായത് യാവ എന്നാണ് ദൈവത്തിൻ്റെ പേര്. എന്നാൽ 15-ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം ലെറ്റേഴ്സ് പാലിയോ ഹീബ്രു ഒക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് 10-ാം നൂറ്റാണ്ടിലെ മെസ്സോറൈറ്റ്സ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് എഴുത്തുകാർ അവർ ഇതിനിടയ്ക്ക് വവൽസ് ആഡ് ചെയ്തു. ഇതിനകത്ത് വവൽസ് ഇല്ല, നമ്മുടെ എബ്രായ ഭാഷയിൽ വവൽസ് ഇല്ല. പിന്നെ അവരത് വവൽസ് ആഡ് ചെയ്തപ്പോഴേ ഞാൻ ഇതിൻ്റെ യൂഡ് ഹേ, ഇത് യൂഡ് കോമ പോലെ ഇരിക്കും, ഇത് ഹേ, ഇത് വാ, ഇത് ഹേ, യൂഡ് ഹേ വാ ഹേ. അപ്പം മെസ്സോറൈറ്റ്സ് ഇതിനിടയ്ക്ക് യൂഡ് കഴിഞ്ഞൊരു എ, വാ കഴിഞ്ഞൊരു ഓ, വാ കഴിഞ്ഞൊരു എ, ആ ഹാ കഴിഞ്ഞൊന്നുമില്ല. അപ്പൊ യാ ഹോ വാ. അങ്ങനെ അവര് പേര് യഹോവ എന്നാക്കി. യൂഡ് ഹേ വാ ഹേ എന്ന് പറയുമ്പോൾ യഹോവ എന്നുള്ള പേരാക്കി. എന്നാൽ ഈ യഹോവ എന്നുള്ള പേര് ഇസ്രായേലൈറ്റ്സിന് ഭയങ്കര പേടിയുള്ള പേരാണ്. കാരണം അത്ര വിശുദ്ധമാണ്. എൻ്റെ നാമം വൃഥാ എടുക്കരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, മറ്റുള്ള രാജ്യങ്ങളുടെ അയൽവക്കത്തെ രാജ്യങ്ങളിൽ നിങ്ങൾ പോയി അവരുടെ മന്ദിരങ്ങളെല്ലാം നശിപ്പിക്കുമ്പോൾ അവരുടെ ദേവന്മാരുടെ നാമമെല്ലാം ഛിന്ന ഭിന്നമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ നാമത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, ഈ പ്രൊഫഷണൽ റൈറ്റേഴ്സ് ഉണ്ട്, അവരെ ന്യായശാസ്ത്രിയാണെന്ന് പറയുന്നത്, സ്ക്രൈബ്സ്. അപ്പൊ അവര് ഈ തോറ പണ്ടുകാലത്ത് ഈ തുകലിലാണല്ലോ കൈകൊണ്ട് എഴുതുന്നത്. അപ്പൊ ഈ ന്യായശാസ്ത്രികൾ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്. അവര് എപ്പോഴും പാട്ടും പ്രാർത്ഥനയിലും നോമ്പ് നോത്ത് ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരിങ്ങനെ ഈ തോറ എഴുതുമ്പോൾ അവരുടെ ലൈഫ് ലോങ് മിഷൻ ഇതാ. ഒരു തോറ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത തോറ എഴുതി. അപ്പൊ അവരിങ്ങനെ ദൈവത്തിന്റെ പേര് എഴുതുമ്പോൾ ഏതെങ്കിലും തെറ്റു വന്നാൽ അത് മായ്ച്ചു കളയരുതെന്നാണ് പറയുന്നത്. അതിനൊരു സർക്കിൾ ഇട്ടിട്ട് അവിടെ വെച്ചേക്കണം. അപ്പൊ ഇത്രയും വിശുദ്ധമായ ഒരു പേരാണ് ദൈവത്തിൻ്റെത്. അതുകൊണ്ട് ഇവർക്കിത് പറയാൻ വളരെ ഭയമായിരുന്നു. എന്നാൽ വർഷത്തിൽ ഒരിക്കൽ ഇവരിത് പറയും. അതായത് പാപപരിഹാര നാളില്ലയോ, യോം കിപ്പർ എന്ന് പറഞ്ഞു, വർഷത്തിലൊരിക്കൽ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ്. അന്ന് മഹാപുരോഹിതൻ ഒരു പ്രാവശ്യം ഈ പേര് പറയും. ആ സമയത്ത് എല്ലാവരും കമന്ന് കിടന്ന് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഈ പേര് ആർക്കും പറയാൻ അധികാരമില്ല. കാരണം ഇവർക്ക് പേടിയാണ്, ദൈവത്തിൻ്റെ നാമം വൃഥാ എടുത്താൽ ദൈവം പണിഷ് ചെയ്യുമെന്ന്. അപ്പം അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഈ നാമത്തിന് പകരം വേറെ പല ഷോർട്ട് കട്ടുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ഒന്നാമത്
യാഹ്. നമ്മൾ സങ്കീർത്തനത്തിൽ പറയാറില്ലേ, യാഹ് എന്നാകുന്നു അവൻ്റെ നാമം. അപ്പൊ അത് യാഹ് എന്ന് പറയുന്ന യഹോവയുടെ ഷോർട്ട് ഫോം. ഏതാണ്ട് വേദപുസ്തകത്തിൽ 40 പ്രാവശ്യം ഇത് എഴുതിയിട്ടുണ്ട്. അത് ഈ ഹല്ലേലൂയ, ഹല്ലേലു എന്ന് വെച്ചാൽ പ്രൈസ്, യാഹ് ദൈവം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ നാട്ടില് പറയുമല്ലോ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞൊക്കെ അങ്ങ് മടുക്കും. പിന്നെയും ബോൺ അഗെയിൻ ആളുകൾക്ക് ഇംഗ്ലീഷിൽ, അതുമല്ല മറ്റ് സഭക്കാരും പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നത്, അതിലും ദൈവത്തിന് ഇഷ്ടം കേൾക്കാൻ ഹല്ലേലൂയ എന്നാവും. കാരണം ദൈവത്തിന്റെ ഭാഷയിലാണല്ലോ അത് പറയുന്നത്. അപ്പൊ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹല്ലേലൂയ. ഈ യാ എന്ന നാമം, യാഹ് എന്താണെന്നും അവൻ്റെ നാമമെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പല പേരുകളിലും ഉണ്ട്. ഒന്ന് ഹല്ലേലൂയ, ഏലീജ, യെശയ്യ, ഇതെല്ലാം ജാ ചേർത്തുള്ള പേരുകളാണ്. അതായത് ഞാനാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് വളരെ കോമൺ ആണ്. രണ്ടാമത് ഏൽ, ദൈവം, അതായത് ആദ്യം ഉണ്ടായത് ശക്തനായവന്, ഫസ്റ്റ് ഫോംഡ് ഓർ പവർഫുൾ, ഇതാണ് ഏൽ എന്ന് പറയുന്നത്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എൻ്റെ പേര് ഡാനിയേൽ എന്നാണ്. ഡാൻ ഏൽ. ഏൽ എന്ന് വെച്ചാൽ ദൈവം. ഡാൻ മീൻസ് ദൈവം എൻ്റെ ജഡ്ജാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ പേരിൻ്റെ അർത്ഥം മനസ്സിലാകണം. ദൈവം എൻ്റെ ജഡ്ജാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതം ക്രമപ്പെടുത്താൻ എൻ്റെ പേരെന്നെ സഹായിക്കും. പിന്നെ ഗബ്രിയേൽ, മീഖായേൽ, ഇസ്രായേൽ, റാഹേൽ, അങ്ങനെ എത്രയോ ഇടത്ത് ഈ ഏൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയത്തില്ല എൻ്റെ മീനിങ്. ഏൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരാണ്. മൂന്നാമത് ഏലോഹ. ഏലോഹ ശക്തൻ. ഏലോഹ എന്ന് സാധാരണ വേദപുസ്തകത്തിൽ പറയാറില്ല. ഏലോഹിം എന്നാണ് പറയുന്നത്. നമ്മൾ വേദപുസ്തകം തുറക്കുമ്പോൾ തന്നെ ഉൽപ്പത്തിയിൽ ആദ്യം പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബാരഷീത് ബേര ഏലോഹിം. ഏലോഹിം എന്നാണ് പറയുന്നത്. ഏലോഹ എന്ന് പറയുന്ന സിംഗുലർ, ഏലോഹിം എന്ന് പറയുന്ന പ്ലൂറൽ. അപ്പൊ അവിടെ ഏലോഹിം എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതായത് ത്രിത്വത്തെ കാണിക്കുന്നു. ഏലോഹിം, അതായത് ഏലോഹ എന്നല്ല എഴുതിയിരിക്കുന്ന, ഏലോഹിം എന്നാണ്. ഈ ഏലോഹിമിന്റെ റൂട്ട് വേർഡാണ് ഏൽ. ദാറ്റ് മീൻസ് ഫസ്റ്റ് ആൻഡ് പവർഫുൾ. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പിന്നെ നാലാമത്തെ ഒരു പദമെന്ന് വെച്ചാൽ അഡോണൈ. ഇതാണ് വളരെ കോമൺ ആയിട്ട്. അഡോണൈ എന്ന് പറയുന്ന പ്രഭു. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലെല്ലാം ലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ലോഡ്, ലോഡ്, അത് 4 ലെറ്ററും ക്യാപിറ്റൽ വേണം. എൽ ക്യാപിറ്റൽ, ഒ ക്യാപിറ്റൽ, ആർ ക്യാപിറ്റൽ, ഡി ക്യാപിറ്റൽ. ലോഡ്. ഈ ലോഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ വരുമ്പോൾ കർത്താവ്. കർത്താവ് എന്ന് പറയുമ്പോൾ ഹിന്ദി പറയുമല്ലോ കർണ, ജോ കർത്താ ഹെ. എല്ലാം നമുക്ക് ചെയ്തു തരുന്നവനാണ് കർത്താവ്. സർവശക്തനാണ്, നമ്മുടെ ദൈവമാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നവനാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ മൊത്തം ഈ ലോഡ് എന്നാണ് പറയുന്നത്. നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമെന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് അരാമ്യ ഭാഷയിൽ കൂറിയോസ്, കുറിയലായിസോൺ. ഈ അഡോണൈ വേർഡും പ്ലൂറലാണ്, അതായത് ഒന്നിലധികം ആളുകളെ അതിനകത്തുണ്ടെന്ന് കാണിക്കുകയാണ് അഡോണൈ. നാലാമത്തെ വേർഡ് ഏല. ഏല എന്ന് വെച്ചാൽ ഔസം, ഭയങ്കരം. ഏല. ഈ ഏല എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി. ഏലോഹ, ഏലോഹിം, ഏലോഹി, ഏലേഹക്ക. ഈ ഒരേ വേർഡിന് തന്നെ
മെയിൽ സിംഗുലർ, മെയിൽ പ്ലൂറൽ, ഫീമെയിൽ സിംഗുലർ, ഫീമെയിൽ പ്ലൂറൽ എന്ന് ഉള്ള 4 വകഭേദങ്ങളാണ് എബ്രായ ഭാഷയിലുള്ളത്. അപ്പൊ ഈ ഏലോഹി എന്ന് വെച്ചാൽ എൻ്റെ ദൈവം. അപ്പം യേശു ക്രിസ്തു മരിക്കാറായപ്പോഴും, പ്രാണനെ വിടാറായപ്പോഴും പറഞ്ഞത് ഏലോഹി ഏലോഹി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ന് പറയുന്നത്. എന്നാൽ മത്തായി അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഏലി ഏലി ലമ്മ ശബക്താനി. ഏലി എന്ന് പറയുന്നത് ഏലോഹിയുടെ ഷോർട്ട് ഫോം ആണ്. 6ാമത്തത് യാഹു. യാഹു എന്ന് വെച്ചാൽ ഷോർട്ട് ഫോം ഓഫ് യഹോവ. 7ാമത്തേതെന്ന് വെച്ചാൽ തിയോസ്, ഗോഡ്. നമുക്കറിയാമല്ലോ തിയോഫിലോസ്, നമ്മുടെ തിരുമേനി തിയോഡോഷ്യസ്. തിയോ എന്ന് പറഞ്ഞാലും യഹോവയെ തന്നെ കുറിക്കുന്നു. മറ്റു പേരുകള് സാവോത്ത്, സാവോത്ത്, ഗോഡ് ഓഫ് ആർമീസ്. സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരിലും എല്ലാം സാവോത്ത് എന്നാണ് ദൈവത്തിന് വേണ്ടി എഴുതിയിരിക്കുന്നത്. പിന്നെ യഹേ, ഫ്രം യഹേ ആഷേർ യഹേ, അതായത് ഞാനാകുന്നവൻ ഞാനാകുന്നു. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുകൊണ്ടേ, ഈ എബ്രായ ഭാഷയില് പാസ്റ്റും ഫ്യൂച്ചറും ടെൻസ് ഇല്ല, പെർഫെക്റ്റും ഇംപെർഫെക്റ്റും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. അപ്പൊ എബ്രായ ഭാഷയിൽ അങ്ങനെ എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആയിരുന്നവൻ ഞാനാകുന്നു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാൻ ആകേണ്ടുന്നവൻ ഞാനാകുന്നു. അത് ഐ വിൽ ബിക്കം വാട്ട് എവർ യു വാണ്ട് മീ ടു ഡു. അതായത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ്. നിങ്ങൾക്ക് ഞാൻ പിതാവാണ്, ഞാൻ പിതാവാണ്. നിങ്ങൾക്ക് ഞാൻ സഹോദരനാണ്, ഞാൻ സഹോദരനാണ്. നിങ്ങൾക്ക് ഞാൻ രക്ഷകനാണ്, ഞാൻ രക്ഷകനാണ്. നിങ്ങൾക്ക് ഞാൻ ജഡ്ജാണ്, ഞാൻ ജഡ്ജാണ്. അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ ക്യാരക്ടേഴ്സും ദൈവത്തിൻ്റെ ഈ ഡെഫിനിഷനിലുണ്ട്. ഞാൻ ആയിരിക്കേണ്ടുന്നവൻ ഞാനാകുന്നു. നിങ്ങൾക്ക് എന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും ആ രീതിയിൽ ഞാൻ നിങ്ങൾക്കാകുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ എൽ ഷദ്ദായി, എൽ ഷമ്മേ, എൽ ഹനൂം, യഹോവ മെഫാൾട്ടി, ഇങ്ങനെ ദൈവത്തിൻ്റെ പല പേരുകളുണ്ട്. ഞാൻ ഒരിക്കല് ഒരു പ്രസംഗം ചെയ്തു 17 പേര് വെച്ച്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും വായിച്ചപ്പോൾ 17 60 പേരായി, 90 നാമങ്ങളായി, 100 ഇപ്പം 180 നിൽക്കുക. ഒരു റെഫറൻസ് നോക്കിയപ്പോൾ 957 പേരുകളുണ്ടെന്ന്. അതായത് വേദപുസ്തകം മൊത്തം യഹോവ എന്ന പേര് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ബുക്ക്ലെറ്റ് തയ്യാറാക്കണമെന്ന് ആശയമുണ്ട്. അത് തയ്യാറാക്കുമ്പോൾ ഞാൻ അറിയിക്കാം. പിന്നെ ഹാഷേം. ഹാഷേം എന്ന് പറഞ്ഞാൽ പേര്. എബ്രായ ഭാഷയിൽ ഹാഷേം എന്ന് പറഞ്ഞാൽ പേര്. അപ്പോഴ് ഹാഷേം എന്ന് ഉദ്ദേശിച്ചാലും ദൈവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ പേര് പറയാൻ മടിയായോണ്ട് ഹാഷേം എന്നത് ദൈവമാണ് എന്ന് ദൈവത്തിൻ്റെ പേരിന് വരെ ഹാഷേം എന്ന് പറയും. പിന്നെ ഇംഗ്ലീഷിൽ GOD എന്ന് പറയുന്നതിന് O അങ്ങ് മാറ്റും. G-D, ഗഡ്, G-D, ഗോഡ് എന്ന രീതിയിലും ആളുകൾ എഴുതുന്നുണ്ട്. ഈ പേരുകളൊക്കെ ഞാൻ അത് വായിച്ചു വന്നപ്പോഴാണ് ഇത്രയും മഹത്വം ഭയങ്കരമായ പേരുകളെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഓരോ ഇടത്തും എന്നെ കാണുന്നവനെ ഞാൻ വീണ്ടും കണ്ടുവോ. അപ്പൊ അങ്ങനത്തെ ഒരു ദൈവം, നമുക്ക് ശരണമായിരിക്കുന്ന ദൈവം, നമുക്ക് സഹോദരനായിരിക്കുന്ന ദൈവം, ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ രൂപങ്ങളാണ്, സ്വഭാവങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗോഡ് ഈസ് പെർഫെക്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ 150 പേരുകൾ വായിച്ചു നോക്കുമ്പോഴേ ദൈവത്തിൻ്റെ വേറെ ആസ്പെക്ട് ഒന്നുമില്ല, വേറെ ആർക്കും ഇത്രയും സ്വഭാവങ്ങളില്ല. അപ്പൊ അതിനാണ് ഈ പേരുകൾ പലയിടത്തും ദൈവത്തിന് ആളുകൾ ഇടുന്നത്.
സൈന്യങ്ങളുടെ യഹോവ, ശക്തനായ യഹോവ, അത്യുന്നതനായ യഹോവ, എന്നെ രക്ഷിക്കുന്നവനായ യഹോവ, ക്ഷമിക്കുന്നവനായ യഹോവ, വീണ്ടെടുക്കുന്നവനായ യഹോവ. അപ്പൊ ഇങ്ങനെ യഹോവയുടെ നാമങ്ങൾ കൊണ്ട് വേദപുസ്തകം മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കുകയാണെങ്കിൽ ഈ യഹോവ എന്ന വലുതും ഭയങ്കരവുമായ നാമത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുമല്ല, ഈ വേദപുസ്തകം മൊത്തം, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ കുറച്ചേ ഉള്ളൂ യേശുക്രിസ്തുവിനെ കുറിച്ച്. എന്നാൽ പഴയ നിയമം മുഴുവൻ, അതായത് പഴയ നിയമം, ഞാൻ നിങ്ങളെ ഒരു എബ്രായ വേദപുസ്തകം കാണിക്കാം. ഇത് നമ്മുടെ പഴയ നിയമമാണ്, എബ്രായ. അപ്പൊ ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് വായിക്കുന്നത്. ഇതിനകത്ത് പഴയ നിയമം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:44, ലൂക്ക് 24:44. അതിൽ യേശുക്രിസ്തു പറയുന്നത്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിയാകണം. അതായത് പഴയ നിയമം, എബ്രായരുടെ പഴയ നിയമം, അതായത് ഈ പുസ്തകം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് ന്യായപ്രമാണം, തോറ എന്ന് പറയും. തോറ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5 പുസ്തകം. പിന്നെ പ്രവാചക പുസ്തകങ്ങൾ, അത് നബീം എന്ന് പറയും, ഇത് 2ാമത്തെ ഭാഗം. മൂന്നാമത്തത് റൈറ്റിങ്സ്, സങ്കീർത്തനങ്ങളിലും, അത് 3ാമത്തെ ഭാഗം. അങ്ങനെ ഈ 3 ഭാഗങ്ങളിൽ മൊത്തം ദൈവത്തെ, യഹോവയെക്കുറിച്ച് അല്ല മകനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിയാകണം. അപ്പോഴേ യഹോവയെക്കുറിച്ച് എന്തൊക്കെ എഴുതിയിരിക്കുന്നുവോ അതെല്ലാം പുത്രനും ആപ്ലിക്കബിൾ ആണ്. യഹോവയുടെ എല്ലാ, കാരണം ഇത് 3 in 1 ആണ്, ത്രിത്വമാണ്. അതായത് ഒരു പേഴ്സൺ ആണ്, 3 ഫോമാണ്. അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോഴേ നമ്മൾ ദൈവത്തിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ഭയത്തോടും വിറയലോടും കൂടെ എടുക്കണം. ദൈവം എന്ന കൺസെപ്റ്റ് തന്നെ നമുക്ക് മനസ്സിലാകുന്നതിലും അപ്പുറമാണ്. അതായത് നമ്മൾ ഈ വേദപുസ്തകം ഒന്ന് വായിച്ചാൽ മനസ്സിലാകാത്തത്. അതിനെക്കുറിച്ച് ഞാൻ ഇനിയൊരിക്കൽ സംസാരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.